നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിനിമലി ഇൻവസീവ് സ്പൈൻ സർജറി അഥവാ നട്ടലിലെ കീഹോൾ സർജറിയെ പറ്റിയാണ്. ഇതിനായി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഡോക്ടർ അശോക് തോമസ്, സീനിയർ കൺസൾട്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പൈൻ സർജറി, SP ഫോർട്ട് ഹോസ്പിറ്റൽ. വെൽക്കം സർ. ഡോക്ടർ, എന്താണ് ഈ മിനിമലി ഇൻവസീവ് സ്പൈൻ സർജറി അഥവാ കീഹോൾ സർജറി? നട്ടലിൻ്റെ ശസ്ത്രക്രിയ അഥവാ സ്പൈൻ സർജറി നമ്മൾ പരമ്പരാഗതമായിട്ട്, അതായത് കൺവെൻഷണൽ സ്പൈൻ സർജറിയിൽ ചില പോരായ്മകളുണ്ട്. അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സാധാരണ നോർമലി അസുഖമില്ലാത്ത ടിഷ്യൂസ്, അതായത് പേശികൾ, മസിൽസിനെ കുറച്ച് കൂടുതലായിട്ട് ഡാമേജ് ചെയ്തിട്ടുള്ള തരം ഓപ്പറേഷൻസ് ആണ് മുൻപ് ചെയ്തിരുന്നത്, കൺവെൻഷണൽ സ്പൈൻ സർജറിയിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായ ദോഷവശങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പം ആ മസിലുകൾക്ക് ഡാമേജ് ഉള്ളത് കാരണം രോഗികൾക്ക് വേദന മാറാൻ സമയം കൂടുതലെടുക്കുക, അല്ലെങ്കിൽ ആശുപത്രിയിൽ കുറച്ച് ദിവസം അധികം കിടക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള പോരായ്മകളുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ആധുനിക രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ രീതിയാണ് ഈ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അഥവാ കീഹോൾ സ്പൈൻ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആധുനികമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ലൈക്ക് മൈക്രോസ്കോപ്പ്, എൻഡോസ്കോപ്പ്, പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിട്രാക്ടേഴ്സ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ടിഷ്യൂസിന്, അതായത് മസിലുകൾക്കും അതിൻ്റെ നട്ടലിന് ചുറ്റുമുള്ള മറ്റ് ടിഷ്യൂസിനുള്ള ഡാമേജ് മിനിമൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കിൻ്റെ ഓപ്പറേഷൻ വരും, മൈക്രോ ഡിസ്കെക്ടമി, എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി എന്നുള്ള ഓപ്പറേഷൻസ് വരും, ഫ്യൂഷൻ സർജറീസ് വരും, അതായത് മിനിമലി ഇൻവേസീവ് TLIF എന്നുള്ള സർജറീസ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെ പലതരം ഓപ്പറേഷൻസ് എല്ലാം നമുക്കിപ്പോൾ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നട്ടലിന്റെ ഏത് രോഗങ്ങൾക്കാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? നട്ടലിന്റെ എല്ലാ തരം രോഗങ്ങൾക്കും ഈ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ക് പ്രൊലാപ്സ്, അതായത് ഡിസ്ക് തെന്നി മാറി ഞരമ്പിനെ ഞെരുക്കുന്ന കണ്ടീഷനിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മൈക്രോ ഡിസ്കെക്ടമി അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി എന്ന രീതിയിൽ ചെയ്യുന്നത് മിനിമലി ഇൻവേസീവ് സർജറീസ് ഉണ്ട്. പിന്നെ സ്പോണ്ടൈലോലിസ്ഥസിസ് ഒരു രോഗാവസ്ഥയുണ്ട്. അതിലും ഞരമ്പിന് ഞെരുക്കം വന്ന് കാലിലേക്കുള്ള വേദന, നടുവേദന എന്നിവ ഉണ്ടാകാം. അതിനും നമ്മൾ മിനിമലി ഇൻവേസീവ് ലംബാർ ഫ്യൂഷൻ സർജറി TLIF സർജറി ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ നട്ടലിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതായത് സ്പോണ്ടൈലോ ഡിസ്കൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളിലും മിനിമലി ഇൻവേസീവായിട്ട് മറ്റ് ടിഷ്യൂസിന്, അത് നട്ടലിൻ്റെ ചുറ്റുമുള്ള മസിൽസ് തുടങ്ങിയ ടിഷ്യൂസിനുള്ള ഡാമേജ് വളരെ മിനിമൈസ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു സർജറിയാണ് മിനിമലി ഇൻവേസീവ് സർജറി. എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗപ്രദമാണോ? മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി നട്ടലിൻ്റെ മിക്ക രോഗങ്ങൾക്കും ഉപയോഗപ്രദമാണ്. എല്ലാ രോഗങ്ങൾക്കും അത് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം ചില രോഗാവസ്ഥകളിൽ ഈ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറിയുടെ ഓപ്പറേഷൻ്റെ സമയം ചിലപ്പോൾ അധികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനസ്തീസിയയുടെ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള രോഗികൾ, പ്രായമേറിയവർ, ഒരു 80 വയസ്സിന് മുകളിലുള്ള ആളുകൾ, അല്ലെങ്കിൽ 2-3 ഡിസ്കുകളിൽ കൂടുതൽ ഓപ്പറേഷൻ ആവശ്യമുള്ള രോഗികൾ, അവർക്ക് ഓപ്പറേഷൻ്റെ അനസ്തീസിയയുടെ ടൈം വളരെയധികം അധികരിക്കാൻ സാധ്യതയുള്ളതായി തോന്നിയാൽ അവർക്ക് ഓപ്പൺ സർജറി ആയിരിക്കും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അല്ലാതെ പ്രായം കുറഞ്ഞ ആളുകളിലും 20 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകളിൽ 1-2 ഡിസ്കുകളിലുള്ള അസുഖങ്ങൾക്കെല്ലാം ഈ ഒരു മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഓപ്പൺ സർജറിയും മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറിക്കുള്ള അഡ്വാൻറ്റേജസ്? മുൻപ് പറഞ്ഞതുപോലെ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറിയിൽ നട്ടലിന് ചുറ്റുമുള്ള സാധാരണ രോഗമില്ലാത്ത ടിഷ്യൂസ്, അതായത് മസിൽസ്, മറ്റ് ലിഗമെന്റ്സ്, ഇവയ്ക്കുള്ള ഡാമേജ് വളരെ കുറവാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓപ്പറേഷനിൽ നട്ടലിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന പാത്വേ ഒരു ചെറിയ ഒരു ട്യൂബിനകത്ത് കൂടെയാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള മറ്റ് ടിഷ്യൂസിന് ഉണ്ടാകുന്ന ഡാമേജ് വളരെ കുറവാണ് നമ്മുടെ പരമ്പരാഗത സർജറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ അതിനുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് ലോസ്, അതായത് രക്തസ്രാവം വളരെ കുറവായിരിക്കും. വളരെ മിക്ക ഓപ്പറേഷനുകൾക്കും നമുക്ക് 50 മില്ലിലിറ്ററിൽ താഴെ അല്ലെങ്കിൽ 100 മില്ലിലിറ്ററിൽ താഴെ മാത്രമേ ബ്ലഡ് ലോസ് ഉണ്ടാകാറുള്ളൂ. 2 ഓപ്പറേഷൻ പേഷ്യൻറ്റിനുണ്ടാകുന്ന ആ ഓപ്പറേഷൻ സൈറ്റിലുണ്ടാകുന്ന വേദന വളരെ കുറവായിരിക്കും. കാരണം മസിൽ ഡാമേജ് കുറവായതുകൊണ്ട് തന്നെ വേദന കുറവായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിനെ സാധാരണഗതിയിൽ 1-2 മണിക്കൂറിനകം തന്നെ നമുക്ക് എഴുന്നേൽപ്പിക്കാനും നടത്താനും ഒക്കെ സാധിക്കും. നമ്മുടെ ആ ഓരോ രോഗത്തിനും ഓരോ രോഗിയുടെ അവസ്ഥയിൽ വ്യത്യാസം ഉണ്ടാവും. എങ്കിലും പൊതുവായി പറയുകയാണെങ്കിൽ ഡിസ്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറിയിൽ നമുക്ക് രോഗിയെ
നടത്താൻ സാധിക്കും. മൂന്നാമത്തത് നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ, അതായത് ആശുപത്രിയിൽ രോഗി എത്ര ദിവസം കിടക്കേണ്ടി വരും എന്നുള്ളത് മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി ചെയ്യുന്ന രോഗികളിൽ താരതമ്യേന കുറവായിരിക്കും. മിക്ക 90% കേസിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. നടുവേദന പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ നടുവേദന, ഡിസ്ക് തള്ളൽ മുതലായ പ്രശ്നങ്ങൾക്ക് ഇത് എത്രത്തോളം ആശ്വാസമേകാനാകും? അതുപോലെ തന്നെ എപ്പോഴാണ് നമ്മൾ നടുവേദനയ്ക്ക് ഈ ഒരു സർജറി സജസ്റ്റ് ചെയ്യുന്നത്? നടുവേദന അലട്ടുന്ന രോഗികൾക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നടുവേദനയുടെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ നടുവേദനയും ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ട് മാത്രമാകണമെന്നില്ല. ഡിസ്കിൻ്റെ ചെറിയ രീതിയിലുള്ള തേയ്മാനം പല ഡിസ്കുകളെ ബാധിക്കുക, അമിതവണ്ണം, നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന പോസ്ചറിലുള്ള വ്യത്യാസം, പിന്നെ പാരമ്പര്യമായിട്ട് ഒരാളുടെ ശരീരപ്രകൃതം, ഇവയെല്ലാം നട്ടലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാം. അവയെല്ലാം നടുവേദന ഉണ്ടാക്കുകയും ചെയ്യും. ഇവയ്ക്കെല്ലാം ഓപ്പറേഷൻ ഒരു പരിഹാരമല്ല. എന്നാൽ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്ത് ഞരമ്പിനെ അമർത്തുന്ന അല്ലെങ്കിൽ ഞരമ്പിനെ ബാധിക്കുന്ന അവസ്ഥകളുണ്ട്, ഞരമ്പിന് ബലഹീനത വരുന്ന അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് തടസ്സം വരുന്ന അവസ്ഥകളുണ്ട്. ഇവയിലെല്ലാം ഓപ്പറേഷൻ ചിലപ്പോൾ അനിവാര്യമായി വന്നേക്കും. അങ്ങനെയുള്ള രോഗികളിലാണ് നമ്മൾ ഓപ്പറേഷനിലൂടെ ഇതിനൊരു പരിഹാരം സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വളരെ കാലമായിട്ട് മരുന്നുകളിലും എക്സസൈസിലും വിശ്രമത്തിലും ആശ്വാസം ലഭിക്കാതിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ MRI സ്കാൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇതുപോലെ ഞരമ്പിൽ ഞെരുക്കുന്ന രീതിയിൽ ഡിസ്ക് തള്ളൽ കാണുകയാണെങ്കിലും അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാ നടുവേദനയ്ക്കും ഉള്ള പരിഹാരമായിട്ട് നട്ടലിൻ്റെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി നമ്മൾക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. ഓരോ രോഗികൾക്കുമുള്ള രോഗാവസ്ഥ ആദ്യം വ്യക്തമായി ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കുക, എന്താണ് വേദനയുടെ കാരണം എന്നത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. നട്ടലിൻ്റെ ഓപ്പറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സേഫ്റ്റിയെ പറ്റി ഒന്ന് പറയാമോ? നട്ടലിലെ ശസ്ത്രക്രിയ പണ്ട് മുതലേ ആളുകൾക്ക് വളരെ പേടിയുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സർജറിയാണ്. അതിൻ്റെ കാരണം അത് സ്പൈനൽ കോഡുമായിട്ട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നട്ടലിന് ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ടിഷ്യൂ ആണ് ഈ സ്പൈനൽ കോഡ്. അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന് കൈയിലേക്കും കാലിലേക്കുമുള്ള എല്ലാ ഞരമ്പുകളും കടന്നു വരുന്നത് ഈ സ്പൈനൽ കോഡ് അഥവാ സുഷുമ്ന നാഡിയിൽ കൂടെയാണ്. അപ്പോൾ ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഈ സുഷുമ്ന നാഡിയുടെ തൊട്ട് മുന്നിൽ വെറും 1-2 മില്ലിമീറ്റർ മുന്നിൽ മാത്രം ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഞരമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡിസ്കിനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഞരമ്പിന് ക്ഷതം വരാനുള്ള സാധ്യത, അത് അങ്ങനെ ക്ഷതം വരികയാണെങ്കിൽ കൈകാലുകൾക്ക് ബലക്ഷയം വരാനുള്ള സാധ്യത, ആൾ കിടപ്പിലാകാനുള്ള സാധ്യത, ഇതെല്ലാം മുൻപ് ഓപ്പറേഷൻ ചെയ്തിരുന്ന പരമ്പരാഗത രീതിയിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അപൂർവമായിട്ടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷനെ കുറിച്ച് കേൾക്കുമ്പോൾ വലിയൊരു ഭയമുണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ വൈദ്യശാസ്ത്രം ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10, 20, 30 വർഷത്തോളമായിട്ട് ഈ സ്പൈൻ സർജറി എന്നുള്ള ഫീൽഡിൽ വളരെ കാതലായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ അത്യാധുനികമായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മൈക്രോസ്കോപ്സ്, എൻഡോസ്കോപ്സ് ഉണ്ട്. ഈ ഞരമ്പുകളെ, സുഷുമ്ന നാഡിയൊക്കെ വളരെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്ന മൈക്രോസ്കോപ്സ് ഉണ്ട്. വളരെ പ്രിസൈസായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇമേജിംഗ്, ഫ്ലൂറോസ്കോപ്പി ഉണ്ട്, നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സാങ്കേതിക സഹായങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഉപയോഗവും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പേര് ട്രെയിൻഡ് ആയിട്ടുള്ള, ഈ ഫീൽഡിൽ മാത്രം ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പൈൻ സർജറിയുടെ സേഫ്റ്റി ആൻഡ് സക്സസ് റേറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ്. 95% കൂടുതൽ സക്സസ് റേറ്റുള്ള സർജറിയായി മാറിയിട്ടുണ്ട് സ്പൈൻ സർജറി ഇപ്പോൾ. അതുകൊണ്ട് ഓപ്പറേഷൻ എന്നുള്ള ഭീതി പണ്ട് ഉള്ളതിനേക്കാളും ഇപ്പോൾ താരതമ്യേന രോഗികൾക്ക് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഒരുപാട് പേർക്ക് ഓപ്പറേഷനിലൂടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്നത് നമുക്കെന്നും കാണാൻ സാധിക്കുന്നുണ്ട്. കീഹോൾ സർജറിയെ പറ്റിയുള്ള മിഥ്യാധാരണകൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇത് സംബന്ധമായ സംശയങ്ങൾക്കും സേവനങ്ങൾക്കും നിങ്ങൾക്ക് SP ഫോർട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി കാണാം. നന്ദി.